Hello all, welcome to Learn Computer. Review of C++ Programming എന്ന പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് C++നെ കുറിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ടേംസൊക്കെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാനായിട്ടാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് basic elements used in a C++ program. They are, first one is character set. Character set used to specify the characters or symbols. അതായത് ക്യാരക്ടർ സെറ്റ് എന്നത് ഒരു കൂട്ടം ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സ്പെഷ്യൽ സിംബൽസ് അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് ഒക്കെ ആവാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. A to Z ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റേഴ്സ്, 0 to 9 ഡിജിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനായി വരുന്ന നമ്പേഴ്സ്, സ്പെഷ്യൽ സിംബൽസ് ലൈക്ക് പ്ലസ് സൈൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. ഇതെല്ലാം ക്യാരക്ടർ സെറ്റിന് എക്സാമ്പിൾസ് ആണ്. നൗ ദി സെക്കൻഡ് വൺ ഈസ് ടോക്കൺസ്. ടോക്കൺസ് ആർ നോൺ ആസ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++. ഒരു C++ പ്രോഗ്രാമിലെ ഏറ്റവും ചെറിയ യൂണിറ്റ്, അതിനെ നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം. There are 5 types of tokens in C++. They are keywords, identifiers, literals, punctuators and operators. ഇനി ടോക്കണിൽ ഫസ്റ്റ് വണ്ണായ കീവേഡ് എന്താണ് എന്ന് നോക്കാം. കീവേഡ്സ് കൺവേ എ സ്പെഷ്യൽ മീനിങ് ടു ദി കമ്പൈലർ. കീവേഡ്സ് കമ്പൈലറിന് ഒരു സ്പെഷ്യൽ മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ദേ ആർ നോൺ ആസ് റിസർവ്ഡ് വേർഡ്സ് ഇൻ C++. അതുകൊണ്ട് തന്നെ കീവേഡ്സായി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള വേർഡ്സിനെ നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി, അതായത് ഒരു വേരിയബിൾ നെയിം ചെയ്യാനോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ കഴിയില്ല. കീവേഡ്സിന് എക്സാമ്പിളാണ് ഡാറ്റ ടൈപ്സായ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, അതുപോലെ ഡു, ഫോർ, വൈൽ, ബ്രേക്ക് എക്സെട്ര. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുന്ന ടോക്കണാണ് ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയേഴ്സ് ആർ സിംബോളിക് നെയിം ഓഫ് സംതിങ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ പ്രോഗ്രാം. നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ചില വാല്യൂസിനൊക്കെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി നമ്മൾ നെയിം ചെയ്യുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനെ നമുക്ക് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾസിനെ യൂസ് ചെയ്യേണ്ടി വരും? num1, num2, പിന്നെ ആ 2 നമ്പേഴ്സിനെയും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ അസൈൻ ചെയ്യാൻ സം എന്ന ഒരു വേരിയബിൾ കൂടി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ കൊടുക്കുന്ന പേരുകൾ ഒക്കെ തന്നെ എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ്, ദാറ്റ് ഈസ് ഹൂസ് വാല്യൂ ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഉടനീളം മാറാത്ത ഒരു ഫിക്സഡ് വാല്യൂ. There are 4 types of constants. Integer constants, that is whole numbers, 23, 10, 1000 എന്നൊക്കെ പറയുന്നത്. Character constant, that is letters A, B, C അങ്ങനെ പോകുന്നു. Floating point constants, fractional numbers അഥവാ പോയിൻ്റോട് കൂടി വരുന്ന സംഖ്യകൾ, 3.14 ഒക്കെ എക്സാമ്പിളായിട്ട് വരും. String constants, അതായത് ഒരു കൂട്ടം ലെറ്റേഴ്സ് ലൈക്ക് വേർഡ്സ്. നാലാമതായി വരുന്ന ടോക്കണാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റർ ഈസ് എ സിംബൽ യൂസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക്, അതായത് ഒരു നിർദ്ദിഷ്ട കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് അഡീഷൻ എടുക്കാം. ഈ ടാസ്ക് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സിംബൽസ് യൂസ് ചെയ്യേണ്ടി വരും? പ്ലസ് സിംബലും അതുപോലെ തന്നെ ഈക്വൽ ടു സിംബലും, അല്ലേ? ഈ സിംബൽ കാണുന്നതോടുകൂടി തന്നെ അത് നമുക്ക് അഡീഷൻ ആണ് എന്ന് തിരിച്ചറിയാം. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. യൂണറി ഓപ്പറേറ്റർ, അതായത് ഒരു സിംഗിൾ ഓപ്പറൻറ്റ് മാത്രമുള്ളത്, നമ്മൾ -1, A++ എന്നൊക്കെ പറയുന്നത്. ബൈനറി ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ 2 ഓപ്പറൻറ്റ്സ്, അതിനുദാഹരണമാണ് A+B, A/B ഇതൊക്കെ. ടെർണറി ഓപ്പറേറ്റർ, ഇതിൽ 3 ഓപ്പറൻറ്റ്സ് ഉണ്ടായിരിക്കും. എക്സാമ്പിളാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇനി ഈ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് വീണ്ടും 3 തിരിക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, മോഡുലസ് ഇതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അതേസമയം ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഇതൊക്കെ റിലേഷണൽ ഓപ്പറേറ്ററിൽ വരും.
ഇതിൻ്റെ റിസൾട്ട് നമ്മൾ സാധാരണ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ട്രൂവിന് 1 ആയും ഫോൾസിന് 0 ആയുമാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ലാസ്റ്റ് വൺ ഇസ് ലോജിക്കൽ ഓപ്പറേറ്റർ. 2 അതിലധികമോ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് യൂസ് ചെയ്യുന്നു. Now we are moving to the last token, that is punctuators. They are also known as separators. Punctuators symbols തന്നെയാണ്, പക്ഷേ അത് ഒരു ഓപ്പറേഷനെയും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കമ്പൈലർ അതിൻ്റെ യൂസ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഹാഷ്, സ്ക്വയർ ബ്രാക്കറ്റ്, ബ്രേസസ്, പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സൈൻസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? പങ്ക്ച്വേറ്റേഴ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ C++ ഇസ് ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്നാൽ? യെസ്, ഇറ്റ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഡാറ്റ വിച്ച് ടെൽസ് ദി കമ്പൈലർ ഹൗ ദി പ്രോഗ്രാമർ ഇൻറ്റൻസ് ടു യൂസ് ദി ഡാറ്റ. അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ അത് ഏത് ടൈപ്പാണ് എന്ന് കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഡാറ്റ ടൈപ്പിൻ്റെ പർപ്പസ്. ബേസിക് ഡാറ്റ ടൈപ്സ് ആർ ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ക്യാരക്ടർ ആൻഡ് ബുളിയൻ. ഈ പറഞ്ഞ ഡാറ്റ ടൈപ്സ് എല്ലാം എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അടുത്ത ഒരു ടേമാണ് ടൈപ്പ് കൺവേർഷൻ. പേര് പോലെ തന്നെ ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നു. 2 ടൈപ്പ് കൺവേർഷൻസ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ഇംപ്ലിസിറ്റ് ഓർ ടൈപ്പ് പ്രൊമോഷൻ. ഇൻ ദിസ് കമ്പൈലർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി കൺവേർഷൻ. ഈ കൺവേർഷൻ കമ്പൈലറാണ് നടത്തുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് എസ്സിന് നമ്മളൊരു ഫ്ലോട്ട് വാല്യൂ ദാറ്റ് ഈസ് 7.3 എന്ന് കൊടുത്തു. കമ്പൈലർ ഈ ഫ്ലോട്ട് നമ്പറിനെ ഇൻറ്റിജറാക്കി മാറ്റും, ദാറ്റ് ഈസ് 7 എന്ന് ചേഞ്ച് ചെയ്ത് ആ വാല്യൂ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് എക്സ്പ്ലിസിറ്റ് ഓർ ടൈപ്പ് കാസ്റ്റിംഗ്. ഫോർ ദിസ് യൂസർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി കൺവേർഷൻ. എക്സാമ്പിൾ a ഈക്വൽ ടു ഫ്ലോട്ട് 10/3. ഇവിടെ അതിൻ്റെ ബേസിക് ഡാറ്റ ടൈപ്പിൽ നിന്നും യൂസർ തൽക്കാലം ഈ ഓപ്പറേഷൻ നടത്താനായി അതിനെ ഫ്ലോട്ടിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ആൻസർ 3.333 എന്ന് കിട്ടും. ഈ ഓപ്പറേഷന് ശേഷം അത് തിരിച്ചതിൻ്റെ ബേസിക് ഡാറ്റ ടൈപ്പിലേക്ക് തന്നെ മാറുകയും ചെയ്യും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്നാൽ വാല്യൂവിനോട് 1 കൂട്ടുക, ദാറ്റ് ഈസ് ഇൻക്രീസസ് ദി വാല്യൂ ബൈ 1. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എ എന്നാണ് എടുത്തതെങ്കിൽ a++ എന്ന് കണ്ടാൽ ദാറ്റ് മീൻസ് a+1 എന്നാണ്. അതേസമയം ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആയാലോ, ഇറ്റ് ഡിക്രീസസ് ദി വാല്യൂ ബൈ 1, 1 കുറയ്ക്കും. അതായത് a- എന്നാൽ a-1 എന്നാണത് മീൻ ചെയ്യുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ആദ്യം നമുക്ക് പ്രിഫിക്സ് നോക്കാം. പ്രിഫിക്സിൽ ആദ്യം തന്നെ നമ്മൾ വാല്യൂവിനോട് 1 ആഡ് ചെയ്തിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. അതായത് a ഈക്വൽ ടു ++b. ഇതിൽ b എന്ന വാല്യൂവിനോട് 1 ആഡ് ചെയ്ത് b+1ൻ്റെ വാല്യൂ ആണ് നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതേസമയം പോസ്റ്റ് ഫിക്സിൽ ഫസ്റ്റ് ആ വാല്യൂ നമ്മൾ യൂസ് ചെയ്യും, അതിനുശേഷം അതിനോട് 1 ആഡ് ചെയ്യും. ഡിക്രിമെൻ്റ് ആണെങ്കിൽ 1 മൈനസ് ചെയ്ത് അതിൻ്റെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. അതായത് a ഈക്വൽ ടു b++. ഇതിൽ ആദ്യം ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, എയിലേക്ക് അസൈൻ ചെയ്യും. ദെൻ ബി വിൽ ഇൻക്രിമെൻറ്റഡ് ബൈ 1. അതാണ് പോസ്റ്റ് ഫിക്സും പ്രീ ഫിക്സും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്? ദി സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഇൻ എ C++ പ്രോഗ്രാം. അതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ തിരിച്ചറിയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ എൻഡ്സ് വിത്ത് എ സെമിക്കോളൻ അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേരിയബിൾസിനെ പരിചയപ്പെടുത്തുന്ന ഭാഗം അല്ലേ. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് n, സം, ഫ്ലോട്ട്, ഏരിയ, ഡാറ്റ ടൈപ്പോട് കൂടി നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നു. അടുത്തത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്.
സി ഇൻ നം ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേസമയം സി ഔട്ട് ഹെലോ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന സ്റ്റെപ്പ്. എങ്ങനെയാണ് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യാറ്? എക്സാമ്പിൾ നോക്കൂ, n = 23. ഇവിടെ 23 എന്ന വാല്യൂ n എന്ന വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം തന്നെ എന്താണ് പ്രത്യേകത? ദേ ഓൾ ആർ എൻഡ്സ് വിത്ത് എ സെമികോളൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് ഇൻ കമൻറ്റ് സെക്ഷൻ. So I'm signing off. See you on next class. Thank you.